Welcome to Life for Education. Good evening. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വിസിബിൾ ആണോ എന്നുള്ളതൊന്ന് ഒന്ന് 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 ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലൊന്ന് പറയണം. ഓക്കെ, യെസ് സജീഷ്, യെസ്. വരദ ഓക്കെ ആണ്. ബാക്കിയുള്ളവർ യെസ്, ഓക്കെ, ഗോയിങ് ഫൈൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? ഓക്കെ, ഇപ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലേ, ജൂൺ എക്സാം കഴിഞ്ഞു. ജൂലൈ 22 നമ്മുടെ റിസൾട്ട് വന്നു. റിസൾട്ടിന് ശേഷമുള്ള ഡിസംബർ എക്സാമിൻ്റെ ആസ്പെക്റ്റ് ആയി. ഓക്കെ, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ ആയി അല്ലേ. നമ്മളിപ്പോൾ സെപ്റ്റംബറിലാണുള്ളത്. എന്താണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? ഓക്കെ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. അതായത് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇൻ ബിറ്റ്വീൻ ആണോ? ഓക്കെ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണോ? ഓക്കെ, എനിത്തിങ് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം, കമൻറ്റ് സെക്ഷനിലൊന്ന്. ജസ്റ്റ് നോ, അതോ വളരെ ബേസിക്സ് ആസ്പെക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ? അജീഷ് ഭായ്, മാനേജ്മെന്റ് നെറ്റ് കിട്ടി, ഇനി കൊമേഴ്സിന് നെറ്റ് കിട്ടാൻ നോക്കുന്നു. ഓക്കെ, ഗുഡ്. മാനേജ്മെന്റ് കൊമേഴ്സ് മാച്ചിങ് ആണ്. എനിക്ക് മാനേജ്മെന്റിന് നെറ്റും കൊമേഴ്സിന് JRF ആണ്. ഓക്കെ, നൈസ്. കവറിങ് PYQ. ദെൻ വാട്ട് അബൌട്ട് അതേഴ്സ്? എന്താണ് ബാക്കിയുള്ള ആളുകളുടെ ഒരു 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 ആസ്പെക്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും, എനിക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടാനാണ്. ഒറ്റൊരു കാര്യം ചോദിക്കാം, വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദ വെബിനാർ? നെറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രിപ്പറേഷൻ ആസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുള്ളത്, എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അത് ഡെലിവർ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെബിനാറിൽ നിന്ന് എന്നുള്ളത്? യാ ഓക്കെ, നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് കരുതുന്നു. മൈസെൽഫ് അനീസ് പോത്തി. ഓക്കെ, ഇഫറിൻ്റെ CEO, പേപ്പർ 1 ഇതൊക്കെയാണ്. 8 സബ്ജക്റ്റിൽ നെറ്റും 2 സബ്ജക്റ്റിൽ JRF ഉണ്ട്. അതിലൊന്ന് കൊമേഴ്സ് ആണ്, ഒരു JRF സൈക്കോളജിയാണ് പോട്ടെ. നെറ്റ് കിട്ടാൻ എളുപ്പം കൊമേഴ്സ് ഓർ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് കൊമേഴ്സിൽ JRF ആയിരുന്നു, മാനേജ്മെന്റിൽ നെറ്റാണ്. ഫസ്റ്റ് കൊമേഴ്സിലാണ് കിട്ടിയത്, മേ ബി. ബട്ട് നോട്ട് കൺസിസ്റ്റന്റ്. സം മോട്ടിവേഷണൽ ടിപ്സ് സ്റ്റാർട്ടിങ്. ഓക്കെ, വി വിൽ സി. ബാക്കിയുള്ള ആളുകൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ, ഐ വിൽ ബി ഡിസ്കസിങ് ദോസ്. എന്തെല്ലാം ചേഞ്ചസ് ആണ്, കാര്യങ്ങളാണ്. സോ ബേസിക്കലി ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നോർമലി ഞാനിന്ന് നമ്മൾ ഒരുപാട് വെബിനാറുകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് വെബിനാറുകൾ നമ്മൾ നടത്തും. അതിൽ ഒരുപാട് ചലഞ്ചുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓക്കെ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അങ്ങനെയുള്ള ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം എന്നുള്ളതല്ല. നോർമലി ഈ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെഗറ്റീവ് മാർക്സ് സോ ഫാർ ഇൻട്രൊഡ്യൂസ്. JRF കിട്ടിയതിന് ശേഷം PhDക്ക് ജോയിൻ ചെയ്താലാണ് ആസ് ഓഫ് നൗ JRFിൻ്റെ എമൗണ്ട്. ആദ്യത്തെ 2 വർഷം JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ദെൻ നെക്സ്റ്റ് 3 years SRF സീനിയർ റിസർച്ച് ഫെലോ. ടോട്ടൽ അറൗണ്ട് 25 to 30 lakhs വരും. TA ഒക്കെ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ആ 25 to 30 lakhs ഫെലോഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യണം. നിങ്ങളൊരു JRF ഹോൾഡർ ആണ് എന്ന് പറയാൻ PhDക്ക് ജോയിൻ ചെയ്യണം നിർബന്ധമല്ല, അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് ഉപയോഗിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആ ഒരു പൈസ കിട്ടണമെങ്കിൽ ജോയിൻ ചെയ്യണം. Then. Okay. So we'll start. So basically ഇന്നത്തെ വെബിനാറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കുറച്ച് ചലഞ്ചുകൾ പറയുക, ആ ചലഞ്ചുകൾ എങ്ങനെയാണ് അസസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ എയ്ഫറിനൊന്ന് എയ്ഫറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതുമാണ്. ഓക്കെ, എയ്ഫർ ഒരുപാട് കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഓക്കെ, എന്നുള്ളതും കൂടിയിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി പുതിയ ആളുകളിലേക്ക് എയ്ഫർ എത്തിക്കുക, പുതിയ ആളുകളിലേക്ക് ഈ ഒരു എക്സാം എത്തിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ്. സോ ബേസിക്കലി ലെറ്റ്സ് മൂവ്. ഓക്കെ, കാര്യങ്ങൾ പറയാം. ഇതിൽ ഉള്ള ഒരു ആദ്യത്തെ ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി
ഡിഫറെൻറ്റ് ചലഞ്ചുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ കുറേ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ. പക്ഷേ അത് നിങ്ങളുടെ ഒരു അതായത് ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഫേസിൽ നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട ചലഞ്ച് എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, കാരണം നമ്മളത് അഡ്രസ്സ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ മുമ്പ് നേരിട്ട. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. യാ യാ മറന്നു പോകുന്നു. ഓക്കെ. ദെൻ ബാക്കിയുള്ളവർ ആകെ ആകെ ഒരാൾ മറന്നു പോകുന്നു എന്നുള്ള ഒരു ചലഞ്ച് നേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ചലഞ്ച് മാത്രമാണോ നേരിട്ടത്? വേറെ എന്തെങ്കിലും ചലഞ്ചുകൾ നേരിട്ടിട്ടുണ്ടോ? മാറിപ്പോകുന്നു. ഇത് രണ്ട് ഡിഫറെൻറ്റ് പ്രോബ്ലം ആയിട്ടല്ലേ റയാൻ പറഞ്ഞത്? അല്ലാതെ മറന്നു പോകുന്നു സ്പെല്ലിംഗ് ഒന്ന് മാറിയല്ലല്ലോ. മാറിപ്പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു, മറന്നു പോകുന്നു. ഓക്കെ, സോ ബേസിക്കലി ബാക്കിയുള്ളവർ ചാറ്റ് ബോക്സിൽ പറയാം ഈ എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫ് റേറ്റ്സും ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പറയും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയി പഠിക്കാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെയുള്ളൊരു ആസ്പെക്റ്റാണ് മറന്നു പോവുക. ഓക്കെ, മറന്നു പോവുക. അതുപോലെയുള്ള ഒരു ആസ്പെക്റ്റാണ് സെൽഫ് ഡൗട്ട് ഉണ്ടാവുക, എക്സാമിനെ കുറിച്ചുള്ള ഫിയർ ഉണ്ടാവുക, പ്രോപ്പർ സ്ട്രാറ്റജി ഇല്ലായ്മ ഉണ്ടാവുക, സ്റ്റാർട്ടിങ് ട്രബിളുകൾ ഉണ്ടാവുക, പിന്നെ ഈ എക്സാമിൽ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ എക്സാമിൽ കുറേ നമ്മളെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? മാത്സ് ചെയ്യാൻ പറ്റാതിരിക്കുക, മാത്സിൽ ബേസ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവുക, മാത്സ് ക്വസ്റ്റ്യൻ തീരെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ മാത്സ് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവുക, മാത്സ് റിലേറ്റഡ് ഇഷ്യൂസ് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവുക. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതലൊക്കെ ക്രൊണോളജിക്കൽ ഫാക്ട്സ് ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് ഫാക്ട്സ് കാര്യങ്ങൾ ഓർത്തു വെക്കുന്നതിൽ ഒരു 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 വാട്ട് വി ക്യാൻ സേ ഡിഫിക്കൽറ്റി ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് തവണ എക്സാം എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഫെയിൽ ചെയ്തത് കൊണ്ട് ബേസിക്കലി എന്താ പറയുക, അതിൻ്റെ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഈ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുക, കോളേജിലെ PG പഠനം ആൻഡ് നെറ്റ് പഠനം ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഫാമിലി ലൈഫ് ആൻഡ് പഠനം ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുക, എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും എക്സാമിന് മുമ്പുള്ള ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക, ലേണിംഗ് സ്പീഡിലെ സ്ലോ ആയിക്കൊണ്ടിരിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക, അതിന് ഒരുപാട് സമയം എടുക്കേണ്ടി വരിക, പ്രോക്രാസ്റ്റിനേഷൻ ആസ്പെക്റ്റ് വരിക. ഓക്കെ, ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചോദ്യം കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ വരുന്ന സമയത്ത് ആ ചോദ്യം അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുക. ബാക്കിയുള്ള കൂടെ പഠിക്കുന്ന ആളുകൾ നമ്മളെക്കാളൊരു അടിപൊളിയായിട്ട് പഠിക്കുന്നത് കാണുമ്പോൾ ഓക്കെ നമുക്കൊരു ഒരു 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 സെൽഫ് ഡൗട്ട് വരിക, പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഓക്കെ, സോ പേപ്പർ 1 റീസണിങ്, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ഓക്കെ, പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരൂല. ഞാൻ പറഞ്ഞ കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? വീട്ടിൽ പ്രോപ്പർ സ്റ്റഡി എൻവയോൺമെൻറ്റ് ഇല്ലാതിരിക്കുക, പലപ്പോഴും വാട്ട് വി ക്യാൻ സേ ജോബ് ആൻഡ് സ്റ്റഡി, ജോബുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പോകാൻ പറ്റാതിരിക്കുക. ഓക്കെ, കുറച്ചധികം ഏജ് ആയതുകൊണ്ട് മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുക, ഐസൊലേറ്റഡ് ആവുക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ എക്സാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? എല്ലാമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ തന്നെ സമയമില്ലാത്തതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഹൺഡ്രഡ്സ് ഓഫ് റീസൺ. അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ചിലത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, ചിലത് നിങ്ങളുമായിട്ട് ബട്ട് ഓവറോൾ ഐ തിങ്ക് ദീസ് ആർ ദ തിങ്സ്. ഓക്കെ, ഇതൊക്കെയാണ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ടാവുന്നു. അതായത് അല്ലേ, അതുപോലെ തന്നെ ടഫ് ടോപ്പിക്കുകൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം, മാത്സ് ഒക്കെ പോലെ. പക്ഷെ അത് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുക, പക്ഷെ സ്കിപ്പ് ചെയ്തുകൊണ്ട് JRF നേടാൻ പറ്റില്ല എന്ന് തോന്നുക അല്ല, ഇങ്ങനെയുള്ള കുറേ ഡിജിറ്റലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലവേദന വരിക, മൈഗ്രെയിൻ വരിക, ബുദ്ധിമുട്ടുകൾ. സോ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ തന്നെയല്ലേ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം, സോ ദാറ്റ് എങ്ങനെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. എല്ലാ പ്രശ്നങ്ങളും അല്ല കേട്ടോ, ഹോപ്പ്ഫുള്ളി നമുക്കത് കൂടുതൽ മറ്റൊരു ആസ്പെക്റ്റിലേക്ക് വരാം. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് അല്ലേ, മാനേജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. എല്ലാവരുടെയും റീസണൊക്കെ പലതും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ, സിറ്റുവേഷൻ റിലേറ്റഡ് കൂടി ആയതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കുക,
ഞാൻ പറയുന്നതൊരു ജനറൽ ആസ്പെക്റ്റിലുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്, നിങ്ങൾ ഇതുവരെ പഠിച്ച സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ എൻവിയോൺമെൻറ്റ്, ഫാമിലി സിറ്റുവേഷൻ, ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റുകളെല്ലാം ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ആസ്പെക്റ്റുകളെല്ലാം ഇത് ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് ബേസിക്കലി ഇതുമായി റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു പ്രശ്നമായിട്ട് പലരും പറയുന്നത്, ഞാൻ മുമ്പും പലപ്പോഴും എക്സാമിന് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ് കേട്ടോ, കൺസിസ്റ്റൻ്റായി പഠിക്കാൻ പറ്റാതിരിക്കുക. ഓക്കെ, ഇത് ഞാൻ പല സമയത്തും ഒരുപാട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരുപാട് സമയം എടുത്തിട്ട് അത് പറയുന്നില്ല, പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം അതാണ്. അതായത് ഓക്കെ, എന്ന് പറഞ്ഞാൽ വാട്ട് വി കൻ സേ, തുടർച്ചയായി പഠിക്കാൻ പറ്റാതിരിക്കുക. ചിലപ്പോൾ നല്ല മോട്ടിവേഷൻ ആവുക, അടിപൊളിയായിട്ട് പഠിക്കുക, പിന്നെ കുറച്ച് ജീവിതത്തിലെ ഓരോരോ സിറ്റുവേഷനുകളിൽ അല്ലെങ്കിൽ പഠനം, ജോലി സിറ്റുവേഷനിൽ അതിൽ ആ ഫ്ലോ നഷ്ടപ്പെടുക, പിന്നെയും അതിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേനും കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല അപ്പോഴത്തേനും എക്സാം ആവും ചെയ്യും, ഇല്ലേ? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിമ്പിൾ അല്ലേ? നമുക്കറിയാം കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത്. എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആവുക എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് നമുക്ക് നമ്മുടേതായ സ്ട്രോങ് റീസൺ വേണം. ഓക്കെ, നമുക്ക് നമ്മുടേതായ സ്ട്രോങ് റീസൺ ഉണ്ടായാൽ ബേസിക്കലി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നമ്മളത് ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് ആവും. നമ്മുടേതായ സ്ട്രോങ് റീസൺ എന്ന് പറഞ്ഞാൽ കേവലം എനിക്ക് JRF കിട്ടണം, എല്ലാവരും പരീക്ഷ എഴുതുന്നതുകൊണ്ട് ഞാൻ നെറ്റും JRFും എഴുതുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക്, എനിക്ക് JRF കിട്ടണം, എനിക്ക് PhD കിട്ടണം, എനിക്ക് ഫെലോഷിപ്പ് കിട്ടണം, നല്ല ജോലി കിട്ടണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് ഹാപ്പി ആവണം, എൻ്റെ ഫാമിലി ഹാപ്പി ആവണം, പ്രിയപ്പെട്ടവരെ ഹാപ്പി ആവണം, എനിക്ക് ട്രിപ്പ് അടിക്കണം, വാട്ട് എവർ യു ഷുഡ് ഹാവ് ഇനഫ് സ്ട്രോങ് റീസൺസ് ആണ് കൺസിസ്റ്റൻ്റ് ആവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ കേവലം എനിക്ക് JRF കിട്ടിയിട്ട് PhD ചെയ്യാന്നുള്ളതോ, എനിക്ക് PhD ചെയ്യുന്ന സമയത്ത് JRF കിട്ടിയാൽ പൈസ കിട്ടും എന്നുള്ള ഒറ്റ മോട്ടിവേഷൻ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ. രണ്ടാമത്തെ റീസൺ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം അല്ല എന്ന് മനസ്സിലാക്കണം. പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇനി തൊട്ട് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് 5 മണിക്കൂർ പഠിക്കും, ഇനി തൊട്ടിട്ട് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് 3 മണിക്കൂർ പഠിക്കും, അങ്ങനെയും നിങ്ങൾ കരുതരുത്. അതും ഒരാളെ കൊണ്ടും പറ്റില്ല. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ പഠിക്കും. മേ ബി ഞാൻ 4 ദിവസം തുടർച്ചയായിട്ട് നന്നായിട്ട് പഠിക്കുമായിരിക്കും, പക്ഷേ 5ാമത്തെ ദിവസം ഞാൻ ചിലപ്പം ആ ഒരു നമ്പർ ഓഫ് അവേഴ്സ് ചിലപ്പം കുറവുണ്ടാവും. ഓക്കെ, അടുത്ത ദിവസം ഞാൻ വീണ്ടും പഠിക്കുമായിരിക്കും. കുറേ ദിവസം പഠിച്ചതിന് ശേഷം ഒരു ദിവസം ഞാൻ ചിലപ്പം കുറച്ച് ഡൗൺ ആയിരിക്കാം, പക്ഷേ ഐ വിൽ ബി കമ്മിങ് ബാക്ക് ടു ദാറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. ഓക്കെ, ഞാൻ അതിലേക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും, ഈവൻ ഇഫ് ഐ ആം ഡൗൺ. അത് മീൻസ് സീരിയസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ. ഇതാണ് കൺസിസ്റ്റൻസി രണ്ടാമത്. മൂന്നാമത്തെ കൺസിസ്റ്റൻസി ആസ്പെക്റ്റിൽ മനസ്സിലാക്കേണ്ടത്, സെൽഫായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മറ്റൊരു പിയർ സപ്പോർട്ടോ ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റുകളോ ഇല്ലാതെ പഠിച്ച് ജയിച്ച ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഒരു എൻവയോൺമെൻ്റ് ഉള്ള ഈ കാലത്ത്, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ്, വീഡിയോ ഡിസ്ട്രാക്ഷൻസ്, റീൽ ഡിസ്ട്രാക്ഷൻ, അതുപോലെ തന്നെ എക്സാം ഒരുപാട് പാറ്റേൺ ടഫുകളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ബോറിംഗ് ടോപ്പിക്കുകളൊക്കെ ഉള്ള ഈ കാലത്ത് കൺസിസ്റ്റൻസിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുക, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാം റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പിയർ ലേണിംഗ് ആണ്. ഇപ്രാവശ്യം ഏപ്രിൽ വി ഹാവ് അറൗണ്ട് 40 JRFും 400+ നെറ്റുമാണുള്ളത്. അപ്പോൾ ഏകദേശം ഈ JRF കിട്ടിയ ഓൾമോസ്റ്റ് എല്ലാ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ പ്രിപ്പറേഷന് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഈ പിയർ ലേണിംഗ്. ഒരുമിച്ച് പഠിക്കുക. കാരണം അതാണ് അവരെ കൺസിസ്റ്റൻ്റ് ആക്കിയത്. ഞാൻ അവരോട് എങ്ങനെയാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് നല്ല ബോറടിക്കുന്നുണ്ടാവും. അങ്ങനെ ബോറടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിൽ ആരെങ്കിലുമൊക്കെ വരും, ബാക്കിയുള്ള ആളുകളെ വിളിക്കും. ദാറ്റ് ഓൾസോ ഷുഡ് ബി സ്മോൾ ടീംസ്.
ഓക്കെ. അത് ചെറിയ ടീമുകളായിരിക്കണം. വലിയ ടീമാവരുത്. ഒരു 4 5 ഓക്കെ. ചില കേസിൽ 5 6 ഒക്കെ ആവാം. ഓക്കെ. 1 2 ഒക്കെ ആയാൽ ചിലപ്പം വർക്കൗട്ട് ചെയ്യണമെന്നില്ല. 4 5 6 ഓൾമോസ്റ്റ് സെയിം വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ടീമുകൾ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചതാണ് എയ്ഫറേറ്റ്സിൽ ഇപ്രാവശ്യം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജെആർഎഫ് കിട്ടിയ എയ്ഫറിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ. അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ പറയാനുള്ളൊരു കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഈ പിയർ ലേണിംഗ് ഒക്കെ പറയുന്ന ഒരു ആസ്പെക്റ്റിൽ അതങ്ങനെ പഠിപ്പിച്ചാൽ പഠിയോ ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിൽ പഠിക്കുകയോ ഞാൻ പഠിച്ചല്ല നന്നാവുക, ആ ഡിസ്കഷൻ കുറച്ച് സമയം എടുക്കില്ല. പക്ഷെ മനസ്സിലാക്കുക, പിയർ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഡെഫിനറ്റ്ലി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പാക്റ്റ് ആയിട്ട് ഇപ്രാവശ്യത്തെ ഇഫ്രേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഹെൽപ്സ് ദംസ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ ഏറ്റവും സഹായിച്ചതായിട്ട് മെജോറിറ്റി ഓഫ് ദ റേറ്റ്സ് ഹു ക്വാളിഫൈഡ് ജെആർഎഫ് ആസ് വെൽ എസ് നെറ്റ് പറഞ്ഞിട്ടുള്ളത് പിയർ ലേണിംഗ് സിസ്റ്റമാണ്, ഗ്രൂപ്പായി പഠിക്കുന്ന സിസ്റ്റമാണ്. ഓക്കെ, ഗ്രൂപ്പായി പഠിക്കുന്ന സിസ്റ്റമാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപൂർവം കേസുകളിൽ ഗ്രൂപ്പ് സ്റ്റഡി തീരെ താല്പര്യമില്ലാത്ത സെൽഫ് പ്രിപ്പറേഷനുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രീഡാണ് കേട്ടോ. ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പം നമ്മൾ കൺസിസ്റ്റൻസിയാണ് പറഞ്ഞത്. 1 സ്ട്രോങ് റീസൺ ഉണ്ടാവുക, 2 മനസ്സിലാക്കുക പെർഫെക്റ്റ് കൺസിസ്റ്റൻസി, 3 ട്രൈ ടു ഫോം സ്മോൾ ഗ്രൂപ്പ്സ്. നിങ്ങളൊരു കോച്ചിങ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാണെങ്കിൽ, എയ്ഫറിൻ്റെ ഭാഗമാണെങ്കിൽ എയ്ഫറേറ്റ്സിൻ്റെ സ്മോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇനി അങ്ങനെയല്ല, നിങ്ങളൊരു സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ എന്നാലും ഉണ്ടാവുമല്ലോ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിനെ വെച്ചിട്ട് യു കൻ ഡു ദാറ്റ്. ഓക്കെ, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ഇതാണ് ഫസ്റ്റ് ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആസ്പെക്റ്റിൽ ഓക്കെ ആളുകൾ നേരിടുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പലരും പറഞ്ഞിട്ടുള്ളൊരു ചലഞ്ച് തന്നെയാണ്. ഓക്കെ, ആ ചലഞ്ചാണ് വി ഹാവ് മറന്നു പോവുക എന്നുള്ളത്, അല്ലേ? പഠിച്ചത് ഓർമ്മയില്ലാതിരിക്കുക, അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോവുക, ഓക്കെ എന്നുള്ളൊരു ആസ്പെക്റ്റ്. ഓക്കെ, ഏറ്റവും കൂടുതൽ എന്താ പറയുക, വാട്ട് വി കൻ സേ, കുട്ടികൾ പറയുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന ഒരു കൺസേൺ ആണ്, ഞങ്ങൾ പഠിച്ചതൊന്നും ഓർമ്മയില്ല, പഠിച്ചത് മറന്നു പോവാം. ഇനി ഞങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പലരും കണക്ട് ചെയ്യുക, ഇതിൽ കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഉണ്ടാവും എന്നെ പോലൊക്കെ. ഞങ്ങൾക്ക് പ്രായമായതുകൊണ്ട് പണ്ടത്തെ പോലെ മെമ്മറി ഇല്ല, ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇത് എക്സാം കൂടുതൽ ടഫ് ആവാണ്. റീസെൻ്റ്ലി എക്സാമിൻ്റെ ഒക്കെ സിറ്റുവേഷനും വെച്ച് നോക്കുമ്പം അല്ലേ, വാട്ട് വി കൻ സേ, ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, ബോറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പോൾ കോൺസെപ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതും വാട്ട് വി ക്യാൻ സേ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പം എന്താണ് എന്നുള്ളതാണ് ഇതിന് എനിക്ക് പറയാനുള്ളത്. മുമ്പ് ഞാൻ പറഞ്ഞതാണ് പല വെബിനാറുകളിലൊക്കെ, ഒരുപക്ഷെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയുന്നു. ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കേസ് റിഗാർഡിങ് മറന്നു പോകുന്നു എന്നുള്ളതിലേക്ക്, ദർ ഇസ് എ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ്. ശരിക്കും ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് ഒക്കെ പഠിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് പറയുന്നത്. ഇത്ര കാലം എനിക്ക് അറിയില്ലായിരുന്നു. ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. ആദ്യം നിങ്ങൾ പഠിക്കുമല്ലോ, ആദ്യം നിങ്ങൾ പഠിക്കുന്നത് ആദ്യത്തെ നിങ്ങളെ പഠനം എന്നുള്ളത് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ കണക്കിൽ കൂട്ടില്ല. ആദ്യത്തെ നമ്മളെ ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഭാഷയെ പറഞ്ഞാൽ കണക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് ഫുള്ള് ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. അത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വീണ്ടും പഠിക്കണം. ഈ മറന്നു പോവുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എന്ന് നിങ്ങൾ പലരും പറയുന്നു. ഇതിൽ എത്ര ആളുകൾ 2 3 തവണ പഠിച്ചതിന് ശേഷമാണ് ഈ മറന്നു പോകുന്നു എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ചോദ്യം ചാറ്റിൽ ഉത്തരം പറയണമെന്നൊന്നുമില്ല. നമ്മൾ അധികം ഈ മറന്നു പോകുന്നു എന്നുള്ള കൺസേൺ എവിടുന്നാ പറയുകയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് ഇങ്ങനെ പഠിക്കും. അതാണല്ലോ നമ്മളൊരു പഠനശൈലി. ലാസ്റ്റ് എത്തും. അപ്പം നമ്മുടെ ഒരു ധാരണ നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലേ? അതല്ലേ നമ്മളെ ധാരണ? നമ്മളത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് പഠിച്ചത് ചിലപ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് തൊട്ട് പഠിച്ചതിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. പലപ്പോഴും ആളുകൾ ഈ മറന്നോ എന്ന് അറിയുക, പഠിച്ചത് വീണ്ടും
ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാവില്ല. ഡയറക്റ്റ് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാവില്ല. പലപ്പോഴും എക്സാമിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ദൈവമേ! ഈ സാധനം ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. പക്ഷെ എനിക്ക് ഉത്തരം അറിയുന്നില്ലല്ലോ. അല്ലേ? ദൈവമേ! ഈ സാധനം ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഉത്തരം അറിയുന്നില്ലല്ലോ. ഓക്കെ. അറിയുന്നില്ലല്ലോ എന്നുള്ള എന്നുള്ള ആസ്പെക്റ്റിലാണ് ബേസിക്കലി എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും പലരും ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ കൺസേൺ പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു തവണ പഠിച്ചിട്ട് നമ്മൾ ഇത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഒരു തവണ പഠിച്ചിട്ട് നമ്മളിത് ഓർത്തെടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുന്നത്? നമുക്കിത് ഓർത്തെടുക്കാൻ പറ്റാത്തെ, മറന്നു പോകുന്നത്. പക്ഷേ നമുക്ക് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് അറിയെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഒരു തവണ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ മനസ്സിലാക്കുക ഇറ്റ്സ് കോമൺ. ഈ റൂൾ അറിഞ്ഞാൽ ഗിൽറ്റ് ഉണ്ടാവില്ല നമുക്ക് അല്ലേ? ഞാൻ മറന്നുപോയി എന്നുള്ളത് എല്ലാവർക്കും ഒരു സങ്കടമാണല്ലോ, ഒരു ടെൻഷനാണല്ലോ, ഒരു സ്ട്രെസ്സാണല്ലോ. അതുണ്ടാവില്ല. അപ്പം മറന്നു പോകാതിരിക്കാൻ ഉള്ള ഒരേ ഒരു വഴി, പൂർണ്ണമായിട്ട് മറന്നു പോകാതിരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വഴി രണ്ടാമത് പഠിക്കുക, മൂന്നാമത് പഠിക്കുക, നാലാമത് പഠിക്കുക, അഞ്ചാമത് പഠിക്കുക. മനസ്സിലായി? ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ മറന്നു പോകുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് വരുന്ന അടുത്ത കൺഫ്യൂഷൻ എന്താ? അവിടെ നിങ്ങൾക്ക് വരുന്ന അടുത്ത കൺഫ്യൂഷൻ എന്താ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അതാണെന്ന് നിങ്ങൾ പറയാം. മാഷേ ഒരു തവണ തന്നെ ഇത് പഠിച്ച് തീരുന്നില്ല. അതിനുള്ള സമയം തന്നെ എനിക്ക് കിട്ടുന്നില്ല. ഒരു 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 പ്രാവശ്യം തന്നെ പഠിച്ച് തീരുന്ന സമയം എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഈ രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും പഠിക്കുക എന്നുള്ളതൊക്കെ ഒരുമാതിരി നമ്മളെ കളിയാക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അതൊരിക്കലും വർക്കൗട്ട് ആവില്ല. അല്ലേ? ഇതായിരിക്കും. ഇങ്ങനെ ഫീൽ ചെയ്ത ആൾക്കാരുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയ്. ഇല്ലെങ്കിൽ ഒരു ഒരു റിയാക്ഷൻസ് എന്തെങ്കിലും ഒന്ന് വിട്. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. യാഹ്! അതായത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് റിവൈസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങളൊരു ഒരു 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 സ്മൈലി റിയാക്ഷൻ ഇട്ടാലും മതി ട്ടോ എല്ലാ കേസുകളിലും. സോ പക്ഷേ ഇത് ഒന്ന് പഠിച്ച് തീർന്നാലല്ലേ 2, 3, 4 പോകാൻ പറ്റുള്ളൂ. അല്ലേ? കാരണം നമ്മളൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നറിയോ? ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ഐഡിയൽ റിവിഷൻ എന്താ അറിയോ? എനിക്കൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ കാലത്തൊക്കെ പഠിച്ചതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. കോളേജ് കാലത്ത്, സ്കൂൾ കാലത്തൊക്കെ പഠനത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ എനിക്കൊക്കെ ഉള്ളൊരു ഐഡിയൽ റിവിഷൻ്റെ ഡ്രീമിൽ എന്തായിരുന്നു ചോദിച്ചാൽ, എൻ്റെ സ്വപ്നത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കുക. തീർന്നു. എന്നിട്ട് തീർന്നിട്ടുള്ള സമാധാനം ഉണ്ടാവും. ഇതേപോലെ വീണ്ടും ആദ്യം തൊട്ടിട്ട് റിവിഷൻ എന്ന് പറഞ്ഞ്, റിവിഷൻ എന്ന് ആലോചിച്ച് ആദ്യം തൊട്ടിട്ട് അവസാനം വരെ പഠിക്കുക. ഒന്നുകൂടി വായിച്ചു നോക്കുക. കിട്ടാത്തത് ഒന്നുകൂടിയും പഠിക്കുക. അപ്പോൾ റിവിഷൻ 1. പിന്നെയും ആദ്യം തൊട്ടിട്ട് അവസാനം വരെ പഠിക്കുക. ആദ്യം തൊട്ടിട്ട് അവസാനം വരെ പഠിക്കുക. റിവിഷൻ 2. ഇങ്ങനെയാണ് ഞാൻ മനസ്സിൽ ഇത്ര കാലം റിവിഷൻ അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ കരുതിയിരുന്നത്. അങ്ങനെ അതാണ് റിവിഷൻ എന്ന് കരുതിയ ആൾക്കാരുണ്ടോ? ചാറ്റ് ബോക്സ് ഓർ റെസ്പോൺസ് അല്ലേ? അപ്പം അപ്പം നമ്മൾ നെറ്റിനും അങ്ങനെയാണ് റിവിഷൻ അങ്ങ് കരുതും. അപ്പം നെറ്റിനും അങ്ങനെയാണ് റിവിഷൻ എന്ന് കരുതുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ച് തീരൂല. അപ്പം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ റിവിഷൻ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഷേ റിവിഷൻ ചെയ്യണം. പക്ഷേ ഇത് പഠിച്ച് തീരണ്ടേ എന്നാലല്ലേ റിവിഷൻ നടക്കുള്ളൂ അല്ലേ? എന്നാലല്ലേ റിവിഷൻ നടക്കുള്ളൂ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റിവിഷൻ നടത്താൻ അത് ഏത് എക്സാമിനും ഇപ്പോഴാണ് നമുക്ക് ആ ഒരു വിവരം നോളജ് ഒക്കെ ഉണ്ടായത് അല്ലേ? അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടായത്. റിവിഷൻ നടത്താൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. റിവിഷൻ നടക്കാൻ ഏതൊരു സാധനവും രണ്ടാമത് പഠിക്കുന്നത് തൊട്ടിട്ടും റിവിഷനാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പേപ്പർ 1ന്റെ ലോജിക്കൽ റീസണിംഗ് മാത്രം പഠിച്ചു. ഇനി ലോജിക്കൽ റീസണിംഗ് മാത്രം പഠിക്കാനും സമയമെടുക്കുന്നത് നിങ്ങൾ പേപ്പർ 1ന്റെ ലോജിക്കൽ റീസണിംഗിലെ ഫാലസീസ് മാത്രം പഠിച്ചു. ഫാലസീസ് മാത്രം പഠിച്ചു പറഞ്ഞാൽ ഫാലസീസ് മാത്രം പഠിക്കാൻ പറ്റും. ഇപ്പോൾ എയ്ഫറിൻ്റെ കേസിന് കഴിഞ്ഞ പ്രാവശ്യം എയ്ഫർ പഠിപ്പിച്ച ഫാലസീസ് തന്നെയാണ് 100% ഈ പ്രാവശ്യം ഫാലസീസിൽ ചോദിച്ചത്. 100% കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച ഫാലസീസ് തന്നെയാണ് ചോദിച്ചത്. ക്വസ്റ്റ്യനുണ്ട്, കോണ്ടന്റുണ്ട്, പോട്ടെ. അപ്പോൾ നിങ്ങൾ ഫാലസീസ് മാത്രം പഠിച്ചു. അങ്ങനെ ഫാലസീസ് മാത്രം നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മറന്നു പോകും ട്ടോ. ഫാലസീസ് മറന്നു പോകും. കൺഫ്യൂഷൻ ഇപ്പം നമ്മൾ ബാൻഡ് വാഗൺ ഫാലസിയും ആർഗ്യുമെൻ്റ് മാഡ് പോപ്പുലം, ആർഗ്യുമെൻ്റ് മാഡ് ബക്കുലം, ആർഗ്യുമെൻ്റ് മാഡ് ബക്കൻ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പോട്ടെ. നിങ്ങൾ ഒരട്ടം പഠിച്ചു. പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. മുൻവർഷങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു.
മുൻ വർഷങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഈ പഠിച്ചതിലുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടൂല. ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടൂല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് നേരത്തെ പ്രശ്നം വരുന്നത്. ഏത് പ്രശ്നം? ഏത് പ്രശ്നം? മറന്നു പോകുന്നു എന്നുള്ള പ്രശ്നം വരുന്നത് അല്ലേ? അവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ ഫാലസീസ് മുഴുവൻ പഠിക്കുന്നു. ആദ്യത്തെ തവണ പഠിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു ദ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് വിച്ച് സേസ് ദാറ്റ് ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. ഞാൻ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് ഞാൻ മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. അത് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ PYQ ചെയ്യുന്നു. PYQ ചെയ്യുന്ന സമയത്ത് ഫാലസീസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നു. ആ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. ഈ ഫാലസീസ് എനിക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇത് എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഉത്തരം നോക്കുന്നു, ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നു, ഞാൻ അത് ഒന്നുകൂടി പഠിക്കുന്നു. ദാറ്റ് ഈസ് എ പോയിന്റ് വേർ യു വിൽ ബി റിവൈസിങ്. ഞാൻ വീണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. വീണ്ടും ഞാൻ മുൻവർഷങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുന്നു. മേ ബി അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം. ആ സമയത്ത് വീണ്ടും ഞാൻ സെയിം ക്വസ്റ്റ്യൻ കാണുന്നു. വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റാത്ത സമയത്ത്, മറന്നു പോകുന്ന സമയത്ത്, ഒരിക്കലും ഞാൻ മറന്നു പോയല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല. ഞാൻ വീണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നു, ഞാൻ വീണ്ടും അതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് നോക്കുന്നു, ഞാൻ വീണ്ടും പഠിക്കുന്നു. അതാണ് റിവിഷൻ. എയ്ഫർ അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് PYQs കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഇപ്രാവശ്യത്തൊക്കെ 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ എയ്ഫറേഴ്സിന് കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് എല്ലാവരും ചെയ്യും. ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ കാറ്റഗറൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഫാലസീസ് മാത്രം, ലോജിക്കൽ ലിസ്റ്റിംഗ്, അപ്പോൾ അവരത് ചെയ്യും. ഇപ്പോൾ കൊടുത്തിട്ടില്ല, അടുത്ത മാസമൊക്കെ ആയിട്ട് നമ്മളത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ റീസണിങ്, മാത്സും ഡാറ്റയും ലോജിക്കലൊക്കെ ഞാൻ എടുക്കുന്നത്. ഇതൊക്കെ ഞാൻ തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് വീണ്ടും അതേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതേ ഡിസ്കസ് ചെയ്ത റെക്കോർഡിങ്സും അവൈലബിൾ ആവും. കൺഫ്യൂഷനുള്ള ആളുകൾ അത് ചെയ്യും. അവസാനം റിവിഷനായിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. റിവിഷൻ എന്നുള്ള പേരിൽ എക്സാക്ട്ലി ഒക്കെ റിവിഷനാണ്. ഓക്കെ, എക്സാക്ട്ലി ഒക്കെ റിവിഷനാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒരേ സമയം നിങ്ങളുടെ പഠനവും റിവിഷനും ചില ദിവസങ്ങളിൽ നടന്ന് കംപ്ലീറ്റ് റിവിഷൻ ആവാൻ, ചില ദിവസങ്ങളിൽ നടന്ന് കംപ്ലീറ്റ് പഠനമായിരിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മുമ്പ് നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, എവിടെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു സംഭവം നിങ്ങളൊരു എക്സാമിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ റിവിഷൻ. അത് റിവിഷനുള്ളൊരു അവസരമാണ്. അങ്ങനെ റിവിഷനുള്ളൊരു അവസരമാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സാമുകളെല്ലാം കേവലം ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാവരുത്, വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ളതായിരിക്കണം. മറ്റേതെന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്തോ പഠിച്ചിനി എന്ന് ചോദിച്ചിട്ട് മുമ്പ് എഴുതി വെച്ച നോട്ട് ഉണ്ടെങ്കിൽ നോട്ടിലേക്കോ ഗൂഗിളിലേക്കോ ChatGPTയിലേക്കോ വീണ്ടും പോയി നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും പോയി നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബേസിക്കലി അത് വർക്കൗട്ട് ആവില്ല എന്നുള്ളതല്ല, അത് ടൈം കൺസ്യൂം ചെയ്യും. ഓക്കെ, അത് വാട്ട് വി ക്യാൻ സേ, നമുക്കത് ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഓക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പഠിക്കുന്നു, ഒരു സൈഡിലൂടെ പഠിക്കുന്നു, ഒരു സൈഡിലൂടെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഒരു സൈഡിലൂടെ പഠിക്കുന്നു, ഒരു സൈഡിലൂടെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദിസ് ഈസ് എ വേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഞാനൊന്ന് ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ജസ്റ്റ് ഒരു സംഭവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവും. ഓക്കെ, നമ്മളെങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം. ഐ വിൽ ജസ്റ്റ് ഷോ ദാറ്റ്. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ. അങ്ങനെ വരുമ്പം കേവലം ഇപ്പോൾ എയ്ഫറിൻ്റെ ഇ-ബുക്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എയ്ഫറിൻ്റെ ഇ-ബുക്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്നാലും കേവലം ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എക്സാമുകൾ ചെയ്യരുത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാൻ അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇത് നമ്മളെ ആപ്പാണ്. അപ്പോൾ ആപ്പിൽ നമ്മളിപ്പം ഇതിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കോഴ്സ്
ഇതിലുള്ള ടെസ്റ്റ് യുവർ നോളേജ്. ഇതിലിപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് പേപ്പർ 1 ജൂൺ 2025 എന്ന് പറയുന്ന ഓക്കെ എക്സാം, ഏറ്റവും അവസാനം നടന്ന എക്സാം. ഈ ഏറ്റവും അവസാനം നടന്ന ഈ എക്സാമിൻ്റെ 10 ഷിഫ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ എയ്ഫറിൽ ഓൾറെഡി അവൈലബിൾ ആണ്. എയ്ഫറേറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എയ്ഫറിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. കമ്മ്യൂണിറ്റീസിൻ്റെ ലിങ്ക് ഒക്കെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. യു വിൽ ഗെറ്റ് ഫ്രീ മെറ്റീരിയൽ ആൻഡ് അതർ തിങ്സ്. അതുപോലെ എയ്ഫറിൽ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ആരൊക്കെ ചോദിക്കുന്നുണ്ട് എയ്ഫറിൽ കോഴ്സിനുള്ള മിഷൻ JRF പ്രീമിയർ ബാച്ച് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് മാനേജ്മെൻറ്റ് എയ്ഫർ എന്നുള്ള ചാറ്റ് ബോക്സ് നമ്മുടെ നമ്പർ ഉണ്ട്. യു ക്യാൻ കോൺടാക്ട്. ഓക്കെ, ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തു. ഈ ഒരു എക്സാം ഇതാണ്. ഈ ജൂണിൽ നടന്ന എക്സാം. ഓക്കെ, ഇതിൽ റീ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അനലിസിസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. അനലിസിസ് എന്നുള്ളൊരു ഓപ്ഷനിൽ വി ഹാവ് ആൻസർ കീസ് വിത്ത് ഇതാണ്. ഇപ്പോൾ ഓരോ ചോദ്യം, ഇതാണ് ആദ്യത്തെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ. ദെൻ വി ഹാവ് ഇനി വിൽ ബി മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസർച്ചിലെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇതാണ് ചോദ്യം, ഇതാണ് കറക്റ്റ് ആൻസർ, ഇതാണ് എക്സ്പ്ലനേഷൻ ഫോർ ദ ആൻസർ. ഓക്കെ, എക്സ്പ്ലനേഷൻ ഫോർ ദ ആൻസർ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ അറ്റൻഡ് ചെയ്തൊരു ടെസ്റ്റാണ്. എല്ലാ ടെസ്റ്റും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് അറ്റംപ്റ്റഡ്. ഈ ടെസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരട്ടം ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ, ഒരു വട്ടം വീണ്ടും പഠിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, വീണ്ടും ഒന്നുകൂടി ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, വീണ്ടും ചെയ്താക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അനലൈസിസിൽ നോക്കുക കംപ്ലീറ്റ്. ഇനിയിപ്പം ഈവൻ എയ്ഫറിൽ ഓരോരോ ആളുകൾ പഠിക്കുന്ന ആസ്പെക്റ്റുകളും കമ്പാരിസൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടോപ്പറിന് എത്ര മാർക്കാണ്, ടോപ്പർ ഈ വിഷയത്തിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്കെ എനിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ആൻസർ എന്താണ്, ടോപ്പറിൻ്റെ ആൻസർ എന്താണ്, ഓക്കെ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കമ്പയർ ചെയ്തിട്ടും പഠിക്കാൻ പോട്ടെ. അത് വേറെ ഫീച്ചർ എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്കേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലായിരിക്കണം നിങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഈഫറൻ ആവണം നിർബന്ധം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അതത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം ടെസ്റ്റ് ചെയ്ത്. എന്നാലേ നമുക്ക് അത് അപ്പം പഠിച്ച് തന്നെ അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. എന്തുകൊണ്ടാണ് നമ്മൾ റിവിഷനൊക്കെ നമുക്കൊരു പ്രഹസനമായിട്ട് ഫീൽ ചെയ്യുന്നത്, റിവൈസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഒരട്ടം സീരിയസ് ആയിട്ട് ബുദ്ധിമുട്ടി പഠിച്ച് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുന്ന സമയത്ത് വീണ്ടും നമ്മൾ പഠിച്ചു തുടങ്ങും ഇതേപോലെ. ആ സമയത്ത് നമുക്ക് നമ്മൾ എക്സാം മിക്കവാറും നമ്മൾ ഏതെങ്കിലും PDF-ലോ ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലോ ആയിരിക്കും നമ്മൾ എക്സാം നോക്കുക. അങ്ങനെ നമ്മൾ എക്സാം നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാമിൻ്റെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ എവിടുന്ന വന്നതെന്ന് പോലും നമുക്ക് അറിയണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ ആ മെറ്റീരിയലിലേക്ക് പോവേണ്ടി വരും, വീണ്ടും ആ ആസ്പെക്റ്റിലേക്ക് പോവേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് ബോറായിരിക്കും, അത് നമുക്കപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്കപ്പം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അങ്ങനെയാണ് എന്ത് സംഭവിക്കാറുള്ളതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ റിവിഷൻ ഒരു ഫിയർ ആയിട്ട് മാറാറുള്ളത്. ഓക്കെ, റിവിഷൻ ഒരു ഫിയർ ആയിട്ട് ഓക്കെ മാറാറുള്ളത് എന്നുള്ളതാണ് ബേസിക് തിങ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ റിവിഷൻ എന്നുള്ളത് എപ്പോഴാണ് തുടങ്ങുക എന്ന് ചോദിച്ചാൽ ഒരു സാധനം ഒരട്ടം പഠിച്ചാൽ പിന്നെ അത് പഠിക്കുന്നതൊക്കെ റിവിഷനാണ്. അത് നമ്മൾ PYQs മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും ചെയ്തിട്ടാണ് റിവൈസ് ചെയ്യുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുക. അത് ക്ലിയറായി. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ടൈം ഇഷ്യൂ. ഓക്കെ, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വി ഹാവ് ദ ടൈം ഇഷ്യൂ. ഓക്കെ, ടൈം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ. പലരും ഈ മാത്സ് ഡാറ്റ ക്വസ്റ്റ്യന് ചെയ്യാൻ പേപ്പർ 1 ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയും. ഓക്കെ, കുറേയൊക്കെ അറിയായിരുന്നു നമുക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ മാത്സ് ചെയ്തിട്ട് കുറേ സമയമാണ് പോയി, 10-15 മിനിറ്റാണ് പോയി. ഡാറ്റ ചെയ്തിട്ട് കുറേ സമയമാണ് പോയി. ഓക്കെ, എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡാറ്റ ചെയ്തിട്ട് എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയിട്ടില്ല. ഉണ്ട് അല്ലേ, കുറേ ആളുകളുണ്ട്. ഞാൻ ആദ്യം മനസ്സിലാക്കട്ടെ, ആദ്യൊരു കാര്യം പറയട്ടെ, റിയാലിറ്റി. UGC നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 പേപ്പർ 2 ആസ്പെക്റ്റുകളിൽ മാത്സ് ഡാറ്റ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പേപ്പർ 2 ഒരു പ്രോബ്ലം അല്ലാത്ത പേപ്പറാണെന്ന് കരുതുക. ഇപ്പോൾ കൊമേഴ്സ് റീസെൻ്റ്ലി എക്കണോമിക്സ് ചിലതൊക്കെ പ്രോബ്ലം വരുന്നുണ്ട്. പക്ഷേ നോർമൽ മെജോറിറ്റി ഓഫ് ദ പേപ്പർ അങ്ങനെയല്ലല്ലോ, സൈക്കോളജി ഇംഗ്ലീഷൊക്കെ. ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് നോർമലി ഇല്ല.
നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ മറിച്ച് എന്തല്ല അറിയോ? നമുക്ക് അറിവില്ലാത്തതിൻ്റെ ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 15, 20 മിനിറ്റ് എടുത്തതെന്നറിയോ? അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തോണ്ടാണ്. നിങ്ങൾ ഇനിയൊന്ന് ആലോചിച്ച് നോക്കി. 5C തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു മാത്സ് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ സമയമെടുത്തത്? എന്തുകൊണ്ടാണ് ഡാറ്റ ചെയ്യാൻ കുറേ സമയമെടുത്തതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ചെയ്യാണ്. ഓക്കെ, ഓക്കെ. ഇങ്ങനെ ചെയ്യാം. അത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എന്നാ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അത് അപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. ഈ ഉത്തരം എന്നാ ഇങ്ങനെ ചെയ്ത് നോക്കാം. എന്നാ ഈ ഒരു കൂട്ടിയത് ഇങ്ങനെ ചെയ്ത് നോക്കാം. അല്ലേ? നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ മെത്തേഡിലും ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഗ്രോത്ത് റേറ്റ് അങ്ങ് കാണാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ എനിക്ക് ഇതൊന്ന് മനസ്സിലായി വെച്ചിട്ടൊന്ന് ചെയ്തിട്ട് ഞാൻ കരുതിയത് എനിക്ക് കിട്ടുന്ന ഉത്തരം ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതുവരെ കണക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ചിലരൊക്കെ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ. ശരിക്ക് ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ അല്ല മെയിൻ പ്രശ്നം. അറിയാത്തതിന്റെ ഇഷ്യൂ ആണ്. അറിയാത്തതിന്റെ ഇഷ്യൂ ആണ്. കാരണം അറിയാത്ത ചോദ്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഒരുപാട് ചെയ്യുക. കാരണം ഓക്കെ. കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഈ എക്സാമിന് നമുക്ക് എന്തുണ്ട്? ഓക്കെ. ഓൾറെഡി എക്സാമിന് എന്തുണ്ടെന്ന് ചോദിച്ചാൽ മാക്സിമം നമുക്ക് 10 മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. മാത്സിൽ 5ഉം ഡാറ്റയിൽ 5ഉം. ഇതിൽ ഡാറ്റയിൽ പലപ്പോഴും 1ഓ 2ഓ ക്വസ്റ്റ്യൻ്റെ കണക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം കുറച്ചധികം മാത്തമാറ്റിക്കൽ ആസ്പെക്റ്റുകൾ ഉള്ള സബ്ജക്റ്റുകൾ ഉണ്ട് കേട്ടോ. മേ ബി കമ്പ്യൂട്ടർ സയൻസ്, മേ ബി കൊമേഴ്സ്, മേ ബി റീസെൻ്റ്ലി അപ്ലിക്കേഷൻ ലെവലിൽ വന്നിട്ടുള്ള എക്കണോമിക്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഒന്നും അങ്ങനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ കുറച്ചധികം മാത്സ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവാം. ഞാൻ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരെയും ഞാൻ ഒരുപോലെ ആക്കുന്നില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. ചില സബ്ജക്റ്റുകൾ കുറച്ചധികം അങ്ങനെ ചെയ്യാനുള്ള ആസ്പെക്റ്റുകളുണ്ട്. അതിൽ ചെറുതായിട്ട് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടാവും. മാത്സ് ഒന്നുകൂടി കൂടുതൽ സമയമായിട്ട് എടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ. എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുന്നതിനേക്കാളേറെ നിങ്ങൾ പഠിക്കേണ്ടത് കണക്ക് ചെയ്യാനാണ്, മാത്സ് ചെയ്യാനാണ്. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ടൈം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. ഒരു ക്വസ്റ്റ്യൻ ടൈം കൺസ്യൂം ചെയ്യാനുള്ള കാരണം നമുക്കത് പ്രോപ്പർലി ചെയ്യാൻ അറിയാത്തതാണ്. മാത്സിൽ കുറേ സമയം എടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ 2004 മുതലുള്ള 250-ലധികം മാത്സിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്ത ഒരാളാണ്. ഐ മീൻ എയ്ഫറിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു കണക്കിൻ്റെ ചോദ്യം ചോദിക്കാറില്ല. ഒരു ഈസി മെത്തേഡ് ഉള്ളതേ ഉള്ളൂ. നമ്മൾ പണ്ട് കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു സീക് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് തെളിയിക്കാനൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഇത്ര സ്റ്റെപ്പൊക്കെ മാത്സിലെ +1 +2 പഠിച്ചവർ ഡിഫറൻഷിയേഷൻ ഡിഗ്രി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അതിൽ അങ്ങനെ സ്റ്റെപ്പ് ചെയ്താൽ തന്നെ അത് കിട്ടുള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കേസ്, ടൈം മാനേജ്മെൻറ്റിനേക്കാളേറെ നിങ്ങൾ ആൻസർ മാനേജ് ചെയ്യാനോ ക്വസ്റ്റ്യൻ മാനേജ് ചെയ്യാനാണോ നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയ കുറേ സമയത്തിൻ്റെ പ്രശ്നം തീരും. ഡെഫിനറ്റ്ലി തീരെ മാത്സ് ഗുണിക്കുന്നതിലും ഹരിക്കുന്നതിലും ഡെസിമൽ പോയിന്റ് ഹരിക്കുന്നതിലും ഗുണിക്കുന്നതിലും വളരെ വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിൽ കുറച്ച് സ്പീഡ് കൂട്ടണം കേട്ടോ. ഇപ്പോൾ പലരും പറഞ്ഞ പോലെ ബേസിക് മാത്സ് ആസ്പെക്ട് എന്നുള്ളൊരു സംഭവമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബേസിക് മാത്സ് ആസ്പെക്റ്റുകൾ, സംഭവങ്ങൾ, കാര്യങ്ങൾ. കാരണം ഈവൻ ഡെസിമൽ 1.01 ഇൻറ്റു 1.01 ഇൻറ്റു 1.01/1.11 ഇൻറ്റു 1.11 ഇൻറ്റു 1.11 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് കൺഫ്യൂഷനിൽ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ബേസിക് മാത്സ് ചെയ്യണം. ഇപ്പം എയ്ഫറിലൊക്കെ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബേസിക് മാത്സ് ആസ്പെക്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം. പലർക്കും അറിയാം. ഇപ്പം നമ്മൾ നാളെ രാവിലെ 5 മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ 5 മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്. നമ്മളെ ബേസിക് മാത്സിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ മുമ്പത്തെ ആഴ്ച ലെസാഗു, അത് ആവശ്യമുള്ള ഒരു ആസ്പെക്റ്റിൽ. കഴിഞ്ഞ ആഴ്ച സിംപ്ലിഫിക്കേഷൻ. നാളെ ഞാൻ മനസ്സിലാക്കുന്നത് ഡെസിമൽ പോയിൻറ്റ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സിംപ്ലിഫിക്കേഷൻ, പോയിന്റ് ഉള്ള സംഖ്യകളുടെ അത് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അവർ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. നാളെ രാവിലെ 5 മണിക്ക് തന്നെ നമ്മളതിൻ്റെ സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, അപ്പോൾ ബേസിക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ബേസിക് പഠിക്കേണ്ടി വരും. ഓക്കെ, ബേസിക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ബേസിക് പഠിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, ആ ലെവലിൽ ചെയ്യുന്ന. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, കൂട്ടുക, ഗുണിക്കുക, ഹരിക്കുക, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റുകൾ, ലസാഗുകൾ, LCM, ഫ്രാക്ഷണൽ അഡീഷൻ, സിംപ്ലിഫിക്കേഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, ഇങ്ങനെയുള്ള കുറേ ബേസിക് മാത്സ് ഉണ്ട്. അത് കുറച്ച് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഭയങ്കര സ്പീഡിൽ എന്നുള്ളതല്ല. അപ്പം ബേസിക് അറിയാത്ത കേസുകളിൽ ബേസിക് അറിയുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അടുത്തൊരു ആസ്പെക്റ്റ് പലരും പറയുന്ന ഒരു കേസ്, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കാം, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റിലേക്ക് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ടൈം കിട്ടാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, ടൈം കിട്ടാത്തൊരു പ്രശ്നം, പ്രത്യേകിച്ച് ഫാമിലി ലൈഫ്, ജോലി ആസ്പെക്റ്റുകൾ, കാര്യങ്ങൾ. അങ്ങനെ പലരും എന്നോട് ഇഫ്രൈറ്റ്സൊക്കെ എന്നോട് പറയാറുണ്ട്, പക്ഷേ എനിക്കൊരു മണിക്കൂറേ കിട്ടുന്നുള്ളൂ,
ഫാമിലിയിൽ ഇങ്ങനെയാണ്, ഐ മീൻ മക്കളുണ്ട്, പാരൻ്റാണ്, ഇങ്ങനെയാണ്. ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങളോടൊക്കെ പറയാനുള്ളത്, 1 മണിക്കൂർ കിട്ടിയെങ്കിൽ 1 മണിക്കൂർ നന്നായി പഠിച്ചാൽ മതി. നിങ്ങൾ 1 മണിക്കൂർ നന്നായി പഠിക്കുക, അത് സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ക്രമേണ ക്രമേണ നിങ്ങൾ തന്നെ ആ 1 മണിക്കൂർ, 1.5 മണിക്കൂറാവും, 2 മണിക്കൂറാവും, 3 മണിക്കൂറാവും, നിങ്ങൾക്ക് അത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇനീഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷെ അത് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇൻലോസ് ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തേക്കാം, ഇതിപ്പം പഠിക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്നൊക്കെ, എന്താ അറിയില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട് ഒരു ഇഫ്രൈറ്റിൻ്റെ ഇതേപോലെ ഒരു ഡീറ്റെയിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടി. പോസ്റ്റ് മാരേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ, ഇൻലോസിൻ്റെ ഒക്കെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ എനിക്ക് കിട്ടിയൊരു ഭയങ്കര വലിയൊരു ഇൻസൈറ്റ് ഉണ്ട്. അവർ പറഞ്ഞ ഇൻസൈറ്റ്, ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ വീട്ടുകാരും ചെറിയൊരു സസ്പീഷ്യനൊക്കെ ആയിരിക്കും. ചില ആളുകൾ എതിർപ്പുള്ള കേസുകൾ ഉണ്ടാവാട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാനല്ല പറയുന്നത്. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മളിത് സീരിയസ് ആയിട്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഫാമിലിയും നമ്മളെ സപ്പോർട്ട് ചെയ്യും, സൊസൈറ്റിയും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇതാക്കിയാൽ എന്താണ്, ലോകം ഗൂഢാലോചന നടത്തുന്നു, അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നില്ലേ, അതേ സംഭവം തന്നെ. അപ്പോൾ കൂടുതൽ സമയങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്നോ, ബീയിങ് എ പാരൻറ്റോ ഫാമിലിയോ ജോലിയോ ആസ്പെക്റ്റിലേക്ക് നിങ്ങൾക്ക് 1 മണിക്കൂറോ കിട്ടുന്നുള്ളൂ, നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചാൽ മതി. വെൽ ആൻഡ് ഗുഡ്, ആ 1 മണിക്കൂർ പഠിച്ചാൽ മതി. ഇന്നും നാളെയും ഈ ഒരാഴ്ചയും അടുത്ത ആഴ്ച ആ 1 മണിക്കൂർ കൂട്ടാൻ ശ്രമിക്കണം. അത് 2 മണിക്കൂർ ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത ആ ഒരാഴ്ച ആ 1 മണിക്കൂർ കൂട്ടാൻ ശ്രമിക്കണം. അത് 1 2 മണിക്കൂർ ആക്കാൻ ശ്രമിക്കണം. പിന്നെ അത് കൂട്ടിക്കൊണ്ടേയിരിക്കണം. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ കൂട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്കിത് കൂട്ടാൻ പറ്റാത്തത് വെച്ചാൽ, നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. ഞാനിതിപ്പോൾ സീരിയസ് ആയി പഠിക്കണം, ഞാൻ സീരിയസ് ആണോ, ഇനി ഈ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് ജോലി പോക്കണോ, ഇനി ഇതിന് വേണ്ടിയിട്ട് വെറുതെ സമയം കളഞ്ഞിട്ട് ഞാൻ ജയിക്കൂലെങ്കിൽ വെറുതെ മക്കൾക്ക് കൊടുക്കേണ്ട സമയം വെറുതെ കളയുന്ന ഒരു സിറ്റുവേഷൻ വരുമോ? ഓക്കെ. സോ ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റുകൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് തന്നെ JRF കിട്ടും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ദർ ഈസ് എ ഡിവൈൻ റിസർവേഷൻ തന്നെ ഞാൻ പറയാറുണ്ട്. ഓക്കെ, മനസ്സിലാവാനാണ്. അതായത് പല ആളുകളും എന്നോട് പറയും, സാറേ ഞാനൊരു അമ്മയാണ്, ചെറിയ കുട്ടിയുണ്ട്, എനിക്ക് പഠിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷേ ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടത് ഇപ്രാവശ്യം PG ഒക്കെ കഴിഞ്ഞ കുട്ടികളോടാണ്, ഞാൻ കുറേ കാലം ബ്രേക്ക് എടുത്ത ആളാണ്, ആ കുട്ടികൾ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ്, ഫുള്ള് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് ഹോസ്റ്റലൊക്കെ ഒന്ന് പഠിക്കുന്ന കുട്ടികളാണ്, എനിക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, സാറേ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ജോലിൻ്റെ കൂടെ പഠിച്ചാൽ എനിക്ക് കിട്ടുമോ? ബാക്കിയുള്ള ആളുകളൊക്കെ, ഞാൻ അവരോട് പറയാറുള്ളത്, ഇപ്രാവശ്യം മെയ്ഫറിൽ ജോലി കിട്ടിയ ആളുകളുണ്ട്. സോറി, ഇപ്രാവശ്യം എയ്ഫറിൽ ജോലി കിട്ടിയ ആളുകളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ജോലി ചെയ്തുകൊണ്ട് JRF കിട്ടിയ ആളുകളുണ്ട്. ഇപ്രാവശ്യം എയ്ഫറിൽ ഓക്കെ, വാട്ട് വി ക്യാൻ സേ, അമ്മമാരായിക്കൊണ്ട് JRF കിട്ടിയ ആളുകളുണ്ട്. ഓക്കെ, അമ്മമാരായിക്കൊണ്ട് JRF കിട്ടിയ ആളുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് വി ക്യാൻ സേ, എയ്ഫറിൽ ജോലി ചെയ്തുകൊണ്ട് JRF കിട്ടിയ ആളുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് വി ക്യാൻ സേ, എയ്ഫറിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് PG ചെയ്തുകൊണ്ട് JRF കിട്ടിയ ആളുകളുണ്ട്. ഓക്കെ, ഒരുപാട് കാലം എക്സാമിന് കഴിഞ്ഞു. ഓക്കെ, ഒരുപാട് കാലം എക്സാമിന് കഴിഞ്ഞു, അതിനുശേഷം തിരിച്ചു വന്നിട്ട് പഠിച്ച് JRF കിട്ടിയ ആളുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ ആസ്പെക്റ്റുകളിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിറ്റുവേഷനിലൂടെ പഠിച്ച് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ എയ്ഫറിലുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ സിറ്റുവേഷനിലൂടെ പഠിച്ച് ക്വാളിഫൈ ചെയ്ത ആളുകൾ എയ്ഫറിലുണ്ട്. അമ്മമാരുണ്ട്, ജോലിക്കാരുണ്ട്, PG പഠിച്ചുകൊണ്ടുണ്ട്, ഫസ്റ്റ് ടൈം എഴുതി നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത ഒരുപാട് ആളുകൾ എയ്ഫറിലുണ്ട്. ഓക്കെ, നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത ഒരുപാട് ആളുകൾ എയ്ഫറുണ്ട് ഫസ്റ്റ് ടൈം. 10ാമത്തെ തവണ എഴുതി JRF ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്. 7ാമത്തെ തവണ JRF ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്. ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച് ഇതൊക്കെ ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ കാറ്റഗറിയിലും ഈ എക്സാം ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലും എല്ലാ പ്രാവശ്യവും ഈ എക്സാം കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. എല്ലാ കാറ്റഗറിയിലും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഒരു 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 സെറ്റ് ഓഫ് ആളുകളുണ്ട്. അപ്പം നിങ്ങൾ അതിൽ ഒരാളാവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിൽ ഒരാളാവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു അമ്മയാണെങ്കിൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഐ വിൽ ജസ്റ്റ് ഷോ യാ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓഹ്, സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. വെർ ഈസ് ഇറ്റ്? യാ, ഇപ്രാവശ്യം എയ്ഫറിൻ്റെ റിസൾട്ടിലുള്ള കുറച്ച് ആളുകളാണ്. ഡിസ്റ്റൻ്റ് ആയിട്ട് PG ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം JRF കിട്ടിയ ആളുകളാണ്. അറബിക്കിൽ JRF കിട്ടിയ ഷെവിയിലും കൊമേഴ്സിൽ JRF കിട്ടിയ റബീലയും.
PG ചെയ്തുകൊണ്ട് JRF കിട്ടിയ ആളുകളാണ്. PG ഫസ്റ്റ് ഇയറിൽ മലയാളത്തിൽ JRF കിട്ടിയ ആളാണ് ഷെഹന. ഡിസ്റ്റൻ്റായിട്ട് PG ചെയ്തുകൊണ്ട് കിട്ടിയ ആളാണ് റബീല. ഓക്കെ, സൈക്കോളജിയിൽ PG ചെയ്തുകൊണ്ട് JRF കിട്ടിയ ആളാണ് പൂജ. ഇനി അമ്മയായിക്കൊണ്ട് JRF കിട്ടിയ ആളാണ് ഓക്കെ ദിൽന, എഗെയിൻ റബീല, എഗെയിൻ റമീസ, എഗെയിൻ ഹർഷ. അമ്മയായിക്കൊണ്ട് ചെറിയ കുട്ടികൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ചെയ്ത ആളുകളാണ് ദിൽന, ഷെവിൽ, റമീസ, അമീർ. ഇനി PG കഴിഞ്ഞ് കുറേ കാലം ബ്രേക്ക് എടുത്ത് ചെയ്ത ആളുകളുണ്ട്. ദിൽന, ശീതൾ, ഓക്കെ ഹർഷ. PhDയോടൊപ്പം തന്നെ JRF PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ JRF കിട്ടിയ ആളുകളാണ്. അത് കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മായയാണെങ്കിലും കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഗോപികയാണെങ്കിലും ഓക്കെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് മനുഷ്യയാണെങ്കിലും ഇവരൊക്കെ PhD ചെയ്തുകൊണ്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ഇനി പലരും പറയാറുണ്ട് മാത്സ് ഭയങ്കര വീക്കാണ്. മാത്സിൽ ഭയങ്കര വീക്കായിക്കൊണ്ട് പിന്നെ ഇഫറിലൊക്കെ വന്ന് മാത്സൊക്കെ പഠിച്ച് സെറ്റായി ഈ പ്രാവശ്യം JRF അടിച്ച ആളുകളാണ് അഞ്ജലി, ഗോപിക, ദിൽന. ഓക്കെ, അഞ്ജലി, ഗോപിക, ദിൽന എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം അത്രയേ ഉള്ളൂ. എന്തിനാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നതെന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇൻറ്റൻഷൻ ഇത്രയേ ഉള്ളൂ. വാട്ട് എവർ യുവർ കാറ്റഗറി ഈസ് ഓക്കെ, നിങ്ങളെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയിൽ JRF കിട്ടിയ ആളുകൾ എയ്ഫറിലുണ്ട്. ഐ മീൻ എയ്ഫറിലുണ്ടെങ്കിൽ എയ്ഫർ ഒരു ചെറിയ പരിച്ഛേദനം മാത്രമാണല്ലോ എക്സാം എഴുതുന്ന ആളുകളെ അല്ലേ. 0.000 മേ ബി 1% ആളുകളൊക്കെ വരുന്ന ഒരു ആസ്പെക്റ്റിലേക്ക്. അപ്പോൾ ഇതിൽ JRF കിട്ടുന്ന ഡിസ്റ്റൻറ്റ് PGക്കാരുണ്ട്, അമ്മമാരുണ്ട്, BEdകാരുണ്ട്, PGക്കാരുണ്ട്, റെഗുലറാരുണ്ട്, റിപ്പീറ്റഡാരുണ്ട്, ജോലിക്കാരുണ്ട്, PhDക്കാർ, എല്ലാ കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു അമ്മയാണെങ്കിൽ അമ്മമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പഠിച്ച ഒരാളായിരിക്കുക നിങ്ങൾ. നിങ്ങളൊരു PG പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ PG പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ഏറ്റവും നല്ല ഒരാളാവുക. നിങ്ങളൊരു PG കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ട് സമയമെടുത്തിട്ട് വീട്ടിൽ നിന്നിട്ട് കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ അത്തരത്തിൽ പഠിക്കുന്ന ആളുകളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആളാവുക. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ജോലി ചെയ്ത് പഠിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആളുകളാവുക. ഓക്കെ, നിങ്ങൾ എന്താ പറയുക ഒരു ഡിസ്റ്റൻറ്റ് PG ആണെങ്കിൽ ഡിസ്റ്റൻറ്റ് PGയിൽ ഏറ്റവും നല്ല ആളാവുക. ഒരിക്കലും നിങ്ങളൊരു അമ്മയായിക്കൊണ്ട് ഓക്കെ ഒരു പാരൻറ്റിൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പഠിക്കുന്ന നിങ്ങൾ ഒരിക്കലും PG കഴിഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് 2 കൊല്ലമായിട്ട് വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്ന ആളുമായുടെ സമയമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അത്ര സമയം നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അപ്പോൾ പിന്നെന്താ ചെയ്യുക? അതൊന്നും ഇല്ലാത്ത സിറ്റുവേഷനിലൂടെ പഠിച്ച് ജയിച്ച ആളുകളുണ്ട്. ആ മനുഷ്യന്മാരെ ഫോട്ടോ ആണ് ഞാൻ കാണിച്ചു തന്നത്. ഹൈഫറേറ്റ്സിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചത്. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഓക്കെ അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഓക്കെ അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പറയാനുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പറയാനുള്ളത് ഇത്രയാണ്. 3 പ്രധാനപ്പെട്ട റീസണുകളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓക്കെ കൺസിസ്റ്റൻ്റ് ആവാതിരിക്കുക. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആവുക, അതിന് ഞാൻ പറഞ്ഞു സ്ട്രോങ് റീസൺ ഉണ്ടാവുക, പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആവുക. രണ്ടാമത്തെ റിവിഷൻ, മാക്സിമം സമയം റിവിഷൻ ആസ്പെക്റ്റുകൾ ഫസ്റ്റ് പഠിച്ച ഉടനെ തന്നെ പല രീതിയിൽ റിവിഷൻ മോഡുലേഷൻ 3 സമയത്തിൻ്റെ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് ചെയ്യുക. ഇത് 3ഉം എയ്ഫറിൻ്റെതായ സിസ്റ്റത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ടുവാർഡ്സ് ആൻഡ് എയ്ഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു പാർട്ട് ഓഫ് എയ്ഫർ. ഓക്കെ, ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് എയ്ഫർ ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പറയാം. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാവശ്യം റിസൾട്ടൊക്കെ എങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, 4.5 ഇയേഴ്സിൽ 363 JRF ആൻഡ് 3056 നെറ്റും 3821 PhDയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ല കൺസിസ്റ്റൻ്റ് ആസ്പെക്റ്റുകൾ. എയ്ഫർ ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് പിയർ ലേണിംഗ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഏറ്റവും കൂടുതൽ JRF ഹോൾഡേഴ്സിനെ ഈ കേരളത്തിൽ മേ ബി ചിലപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ എക്സെറ്റ് പക്ഷേ പിയർ ലേണിങ്ങിലൂടെ 4-5 ആളുകളുടെ മൾട്ടിപ്പിൾ ഗ്രൂപ്പുകളിലൂടെ ഓക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എയ്ഫർ. സോ നമ്മൾ തന്നെ പിയർ ലേണിംഗ് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അതിൻ്റെ ഗൈഡൻസ് കാര്യങ്ങൾ സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ടുവാർഡ്സ് എക്സാം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ഒരു മോഡിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. സോ പിയർ ലേണിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് ആവാനുള്ള മെത്തേഡുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. വീക്ക്ലി ഞാൻ തന്നെ നടത്തുന്ന മോസ്റ്റ് ഓഫ് ദ വീക്ക് പ്രിപ്പറേഷൻ അനാലിസിസ് ആയാലും റെഗുലർ ആയിട്ട് വരുന്ന കൗണ്ട് ഡൗണുകളായാലും റെഗുലർ ആയിട്ട് വരുന്ന പോഡ്കാസ്റ്റുകളാണെങ്കിലും ഓക്കെ വിന്നേഴ്സുമായിട്ടുള്ള സംസാരങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. റിവിഷൻ ഞാൻ പറഞ്ഞു
ഒരേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് PYQs ഡെയിലി ടെസ്റ്റ് പോലെ പലപ്പോഴും കൊടുക്കുന്നുണ്ട്, നമ്മൾ കംപ്ലീറ്റ് PYQ കൊടുക്കുന്നുണ്ട്, കാറ്റഗറൈസ്ഡ് PYQ ആയിട്ട് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ PYQൻ്റെ മുൻവർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെക്കോർഡഡ് ആയിട്ട് ഓൾറെഡി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. PYQൻ്റെ ലേറ്റസ്റ്റ് ഒക്കെ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാറ്റഗറൈസ് ചെയ്തിട്ട് ഫാലസീസ് മാത്രം, ഇന്ത്യ ലോജിക് മാത്രം, ഇങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ടൈം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എയ്ഫർ നമ്മുടേതായ രീതിയിൽ തന്നെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് റിവിഷണൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് സമയത്തിൻ്റെ ആസ്പെക്റ്റിലേക്ക് നമ്മൾ പറഞ്ഞു. അമ്മമാരുടെ കേസിൽ ഏറ്റവും കൂടുതലായിട്ട് അമ്മമാരുടെ ആസ്പെക്റ്റിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക അമ്മമാർക്ക് തന്നെയാണ്. അപ്പോൾ അവരറിയില്ല. അപ്പോൾ നമ്മൾ അമ്മമാരുടെ ഇൻഫോർമൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ആ ഇൻഫോർമൽ കമ്മ്യൂണിറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആ ഇൻഫോർമൽ കമ്മ്യൂണിറ്റിയിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മൾ ആളുകളോട് അവർ ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ the best revision policy, we have the best revision policy, we have the best specialized area specific ആയിട്ടുള്ള ഗൈഡൻസുകൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. We have the best consistency method. That's why we have the best results. സോ ഐ ഇൻവൈറ്റ് യു ഓൾസോ ടു ബി എ പാർട്ട് ഓഫ് ദ സിസ്റ്റം. അടുത്ത ഡിസംബറിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ എയ്ഫറിൻ്റെ ഭാഗമാവാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, യു ക്യാൻ ഹാവ് ദ നമ്പർ ഹിയർ. ചാറ്റ് ബോക്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യാ സോ ബേസിക്കലി മിഷൻ JRF പ്രീമിയർ ബാച്ച് ഓക്കെ എൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പേപ്പർ 1 സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, ഓക്കെ സോഷ്യോളജി, ഹിസ്റ്ററി, മാനേജ്മെൻറ്റ്, അറബിക്, ലൈഫ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം എല്ലാം ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. വി ആർ ക്രിയേറ്റിംഗ് ദിസ് മച്ച് റിസൾട്ട്സ്. ഓക്കെ, നമ്മൾ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ പ്രൂഫ്. അത് ഇത്തരത്തിലുള്ള ഒരുപാട് സിസ്റ്റത്തിലൂടെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഐ ഇൻവൈറ്റ് യു ടു ബി ദ പാർട്ട് ഓഫ് എയ്ഫർ, ടു എക്സ്പീരിയൻസ് എയ്ഫർ. ഓക്കെ, ആൻഡ് ടു ക്വാളിഫൈ നെക്സ്റ്റ്. ഓക്കെ നെക്സ്റ്റ് ടൈം. ഇത്രയാണ് എനിക്ക് ഇനീഷ്യലി പറയാനുള്ളത്. സോ നാളെ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് സംഭവങ്ങൾ പറയും. നമ്മുടെ കംപ്ലീറ്റ് പ്രീമിയർ ബാച്ചാണ് നമ്മുടെ കംപ്ലീറ്റ് ഫീച്ചേഴ്സുള്ള ബാച്ച് എന്ന് പറയുന്നത്. ആ പ്രീമിയർ ബാച്ചിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള അഡ്മിഷൻ, ലാസ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഈ 12-ാം തീയതിയാണ്. 9-ാം തീയതിയാണ്. ഈ വെള്ളിയാഴ്ചത്തോടുകൂടി നമ്മൾ ക്ലോസ് ചെയ്യും. അതിനുശേഷം ആ ഒരു കംപ്ലീറ്റ് പ്രീമിയം ബാച്ച് ഉണ്ടായിരിക്കുന്നതല്ല, കംപ്ലീറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന എല്ലാ സംഭവം കൊടുക്കുന്ന ബാച്ചിൻ്റെ അഡ്മിഷൻ ഈസ് ക്ലോസിങ് ഓൺ 12th. Okay, admission is closing on 12th, so you can use it. Okay, you can join by tomorrow. Okay, day after tomorrow. Okay, and നാളെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ജോയിൻ ദ JRF ക്ലബ്. ഇനി ഇന്ന് നിങ്ങൾ ഹൈലി കൺഫേംഡ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പർ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലത്തെ ബേസിക് ഇന്ന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു മിഷൻ JRF പ്രീമിയർ ബാച്ച് എൻക്വയറിയുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നാളെ രാവിലത്തെ ബേസിക് മാത്സിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അഡ്മിഷൻ ഏതായാലും ചിലപ്പോൾ നാളത്തോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ എടുക്കുക. ഇന്ന് വേണമെങ്കിൽ ഇന്ന് എടുക്കാം. യു ക്യാൻ ജോയിൻ ദാറ്റ് ഓൾസോ. ഓക്കെ, നാളത്തെ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. യാ, സോ ദിസ് ഈസ് ഇറ്റ്. എന്തെങ്കിലും കൂടുതൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് ടു സീ മോസ്റ്റ് ഓഫ് യു ആസ് എ പാർട്ട് ഓഫ് എയ്ഫർ. അല്ല, എയ്ഫർ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളൊന്നും ഫ്രീ അല്ല. ബേസിക് ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ ലിങ്കും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് കിട്ടാം. all the remaining things are as a part of a paid course. Okay. Yeah, thank you, Shashank, to see you here. Okay, happy to see that, hear that if a changed, okay, helped part of your adipoli life. Okay, that's it. Yeah. So we have, latest question നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, then എനി മോർ ഡൗട്ട്സ്, എനിബഡി, എനി കൺഫ്യൂഷൻസ്? ഓക്കെ, ഇവിടെ കാണുന്ന കമ്മ്യൂണിറ്റി നമ്പർ ഉണ്ട്, മിഷൻ JRF പ്രീമിയർ ബാച്ച് എൻക്വയറി എന്ന് പറയുന്ന ഒരു നമ്പർ ചാറ്റ് ബോക്സിലുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നാളത്തെ രാവിലത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിലും ഓക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിലും ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ആ ക്ലാസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. And we'll be having and hope to see you on a regular basis. Okay, yeah, that is management എയ്ഫർ എന്നുള്ള നമ്പറിൽ വന്നിട്ടുള്ളത്. സോ കൂടുതൽ ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, ഫോർ ദ ടൈം ബീങ് 8:30 ആയി, നിങ്ങളെ ടൈം വാല്യൂ ചെയ്യുന്നു. വി ആർ വൈൻഡിങ് അപ്പ് ദ സെഷൻ. ഓക്കെ, സോ അപ്പം എയ്ഫറിൽ കാണാം. 12-ാം തീയതി നമ്മൾ കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ഫെസിലിറ്റീസിലെ ബാച്ച്. സോ ട്രൈ ടു ജോയിൻ അറ്റ് ദ earliest. So that's it. Okay, thank you all. See you in എയ്ഫർ.